പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, യഹൂദ ജനത കർത്താവായ ഈശോയോട് ഒരു അടയാളം ആവശ്യപ്പെടുന്നു. ഈശോ അവർക്ക് വേണ്ടി ഒരു അടയാളവും പ്രവർത്തിക്കുന്നില്ല. കാരണം ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ ഈശോ തന്നെയാണ്. കർത്താവായ ഈശോയെ കാണുവാനോ കർത്താവായ ഈശോയുടെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനോ അവരെ കണ്ണുകൾ മൂടപ്പെടുന്നവരെയും നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ കർത്താവ് പറയുന്ന പോലെ യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളം ഞാൻ നിങ്ങൾക്ക് നൽകില്ല എന്ന് പറയും. കാരണം യോന നിനീവയിലെ ജനങ്ങൾക്ക് അടയാളമായിരുന്നു. അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെടുക, അനുതപിക്കുക. അവിടെയുള്ള നിനീവയിലെ രാജാവും ജനങ്ങളും എല്ലാവരും മാനസാന്തരപ്പെടും, അവർ നല്ലവരായി മാറി. അതുപോലെ മനുഷ്യപുത്രൻ വന്നപ്പോൾ, ഈശോ വന്നപ്പോൾ അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ആരാധനയൊക്കെ ആയിരിക്കുമ്പോൾ, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, അങ്ങയെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് താഴ്മയോടുകൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരെയും ഈ ബലിയെ സമർപ്പിക്കാം. ഈ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ ഇന്ന ദിവസം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പ്രത്യേകിച്ച് എല്ലാ മക്കളെയും ചേർന്നുകൊണ്ട് ജസ്റ്റിൻ ദീപ, ജഫീന എലിസബത്ത്, ആൻസ മാർട്ടിൻ, ആൻഡ്രുവേഗ റോയി, അക്ഷയ് സെബാസ്റ്റ്യൻ മറിയം, ബിജു എൽഡ, അന്ന കദ്രഫീലിയ, റിജോയ് നിഷ ആർവൻ, ഡോറിസ് ജേക്കബ്, സീന ലിലി, മർഗീസ് ട്രീസ, ജോസഫ് ജോർജ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിന്നു പോൾ, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ സജി മാത്യു, എബേ സർവീസ്, സോണിയ പ്രദീപ്, തെരേസ റോസ് ഇസബെല്ല, ജോയൽ, ജോഷി, ശ്രീന, നമ്മുടെ എല്ലാവരെയും ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് ഓർക്കാം. ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ജോസഫ് ഡാർവിൻ DS കോട്ടേജ്, ഈ മകനെ അനുഗ്രഹിക്കണമേ. ഒരു കുടുംബത്തെ പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുക എല്ലാവരെയും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വളനാട്ട് ജോൺസൺ, ജന്മദിനം ആഘോഷിക്കുന്ന ജോസഫ് മേരിദാസ് കുരിശിങ്കൽ, ഇവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അതിനൊപ്പം നമ്മുടെ എല്ലാവരെയും കുടുംബങ്ങളെ മരിച്ചുപോയി എല്ലാവരും ഓർക്കാം. പ്രത്യേകം അമിതം പോൾ റിത്ത ജോസ്, പനകോട് ആന്റണി അമ്മണി, പുളിക സ്റ്റീവൻ, കൈതവേലിക്കത്ത് പേര് സ്റ്റീവൻ, ഡാനിയൽ തപ്പലോടത്ത്, ഷൈജു ഫ്രാൻസിസ്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തേക്കൽ. പറഞ്ഞ എല്ലാവരെയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കലങ്ങൾക്കൊപ്പം നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ എല്ലാം ദൈവസന്നിധിയിൽ വിനയത്തോടെ ഏറ്റുചൊല്ലിക്കൊണ്ട്, ദൈവമേ, ഈ ബലി അർപ്പിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ, പാവങ്ങളൊക്കെ പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട, എൻ്റെ വിട, എൻ്റെ വലിയ വിട. ആകെയാണ് നിത്യനായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ.
സൽപ്രവൃത്തികൾ നിരന്തരം ചെയ്യുവാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കട്ടെ എന്ന ദൈവമായി ജീവിച്ചു മാറുന്നു ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളയിടമേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരനെ, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ. അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഹാർ. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ അമ്മ. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ചാർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭദ്രമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യജിക്കാനുള്ളത്. സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടേതാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്നുയർത്തുന്നു. കർത്താവിൻ്റെ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. Hallelujah, 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 hallelujah. ഇന്ന് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു അരുളി ചെയ്തു: ഈ തലമുറ ദുഷിച്ചതാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളവും നൽകപ്പെടുകയില്ല. യോന നിനീവക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രനും ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. ദശദേശത്തെ രാജ്ഞി വിധി ദിവസം ഇതിനെ കുറ്റം വിധിക്കും. എന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനിവെ നിവാസികൾ വിധി ദിവസത്തിൽ ഈ തലമുറയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എനിക്കുള്ളതെല്ലാം നിന്റെ
സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവേ, അങ്ങേ മക്കളുടെ ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം എല്ലാ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണം. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ അനുഷ്ഠാനം വഴി സ്വർഗീയമായ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ സൃഷ്ടിക്കപ്പെട്ടവരെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ അങ്ങ് വീണ്ടെടുക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനെ ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പി മുട്ടുകൾ മടക്കി പരിശുദ്ധിയോടെ കർത്താവിനെ കുറിച്ച് നോക്കി ഈശോയാണ്. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വാഴ്ത്തി മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പരമാർത്ഥം വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. പരിശുദ്ധ പരമ ദിവ്യകാര
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തുപറമ്പിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, ഡാർവിനെയും മറ്റെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ബലിയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും പ്രത്യേകം അവനും പ്രാർത്ഥനാസഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ചക്കാലക്കൽ പീറ്റർ കുടുംബാംഗങ്ങളെയും, വേണാട് വിൽസൺ കുടുംബാംഗങ്ങളെയും, പ്രത്യേക കൂടാരപ്പള്ളി ജോൺ ആന്റണി കുടുംബാംഗങ്ങളെയും, പ്രത്യേക പ്രാദേശിക മണലിൽ മാർട്ടിൻ കുടുംബാംഗങ്ങളെയും, DS കോട്ടേജ് സെലിം കുടുംബാംഗങ്ങളെയും, ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ ഔസേപ്പ് പിതാവ് അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മാതപ്പെടുകയും ചെയ്യുവാനാകട്ടെ. കരങ്ങൾക്ക് ഒപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കട്ടെ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റത് കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇഷ്ടപ്പെടുപ്പിച്ച പ്രാർത്ഥനയേറ്റുമല്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമേനി രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷകളും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ ആ അപ്പോസ്തലൻ വഹിച്ചത് ഞങ്ങളെ പാപങ്ങളെ പിരിയും. അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊണ്ടിയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ തിരുശരീരങ്ങൾ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയിക്കും. നിത്യനാശത്തിന് കാരണമാകരുതേ. പ്രധാന ശരീരങ്ങൾക്ക് ദിവ്യാംശമായി തരുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കണമേ. ദിവ്യ കുഞ്ഞാന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ അങ്ങേ ഞങ്ങൾ സത്യമായും ദിവ്യകാന്യത്തിൽ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
മഹിമയ്ക്കായി ഞങ്ങൾ എല്ലാവരും കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ബോധനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ സ്വർഗീയമായ ദിവ്യമായ പ്രകൃതിയിൽ ഞങ്ങളെയും പങ്കാളിയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു.